ശ്രീ ജോർജ് ജോസഫ്, പോലീസ് ഉദ്യോഗസ്ഥൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ കേൾക്കുമ്പോൾ സാധാരണ നിലയിൽ അവിശ്വസനീയമായ ഒരു സംഭവമാണ്. ഒരു കടയിൽ വളരെ പ്രായമായ സ്ത്രീയും പുരുഷനും അവർ നടത്തുന്ന കടയാണ്. അവിടെ വന്ന് പഴം ചോദിക്കുന്നു, അത് പഴുത്തില്ല എന്ന് പറയുന്നു. അതിൻ്റെ പേരിൽ പ്രകോപനമുണ്ടാകുന്നു, കുലകൾ വെട്ടുന്നു, കടയുടമയെ വെട്ടുന്നു, കണ്ണിൽ കണ്ടതെല്ലാം ആക്രമിക്കുന്നു. അതിൻ്റെ തുടർച്ചയായി പിന്നീട് ഗുണ്ടാക്രമണം ഉണ്ടാവുകയാണ്. ഈ 1 മണിക്കൂർ 1.5 മണിക്കൂറിനിടയിൽ തിരുവനന്തപുരം നഗരത്തിൽ പോലീസിനെ അറിയിച്ചിട്ട് പോലും ആ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകാതെ പോകുന്നത് എങ്ങനെയാണ്? അല്ല, ഇത് അതിശയകരമായി തോന്നുന്നു. പോലീസിന്റെ ഭാഗത്ത് ഇന്നാക്ഷൻ തന്നെയാണ്. 9:30 ആ രാജേഷിനെ വെട്ടി എന്നാണ് പറയുന്നത്. അതിനുശേഷം 11:30 വീണ്ടും വന്ന് ആക്രമിക്കുകയാണോ? അപ്പം പോലീസ് എന്ത് ചെയ്യുന്ന 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ വീട്ടിലേക്ക് എത്തുന്നതിന് 1-1.5 മണിക്കൂർ മുൻപാണ് കടയുടമയെ വെട്ടിയത് പഴത്തിന്റെ പേരിൽ. അപ്പോൾ തന്നെ അവർ പോലീസിനെ അറിയിച്ചു, കൗൺസിലറെ അറിയിച്ചു. പോലീസ് എത്തിയാണ് ഇദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അതിനുശേഷമാണ് ഈ 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ദൂരത്തിൽ 6 വാഹനങ്ങൾ തകർക്കുന്ന, പടക്കമെറിയുന്ന ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായത്. ശ്രീ ജോർജ് ജോസഫ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ്. ഇത് മണ്ണന്തല പോലീസിന്റെ ഭാഗത്തു നിന്ന് വൻ വീഴ്ചയല്ലേ ഉണ്ടായത്. ഇത്ര ഒരു സംഭവം ഉണ്ടായിട്ട് വെട്ടിയ സ്ഥലത്ത് പോലീസ് പിക്കറ്റ് ഇടണ്ടേ? കാരണം അവിടെ വീണ്ടും അക്രമം ഉണ്ടാകുമെന്ന് പോലീസിന് സാമാന്യ ബോധമില്ലേ? കാരണം 9:30 വെട്ടിക്കഴിഞ്ഞിട്ട് വീണ്ടും 12:30 വന്ന് ഇതുപോലെ ആക്രമിച്ച് ആ വാഹനങ്ങളൊക്കെ തകർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നാക്ഷൻ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന്. നമുക്ക് എന്ത് ചെയ്യാനൊക്കെ സ്വയം പ്രചോദിക്കാനല്ലേ പറ്റുള്ളൂ, ഇനി ജനങ്ങൾ സംഘടിച്ചിട്ട്. പക്ഷെ ഇത്രയും വലിയൊരു ഗുണ്ട ആക്രമം 6 പേര് ഉള്ള ഗുണ്ടകൾ വന്ന് ആക്രമിച്ചിട്ട് അവരെ ഒന്ന് ലൊക്കേറ്റ് ചെയ്യാൻ, അവരെ ഒന്ന് കണ്ടെത്താൻ, അത് ആരാണെന്ന് മനസ്സിന് പ്രാഥമികമായ ഒരു കടമ പോലീസിനുണ്ടല്ലോ. അറസ്റ്റ് ചെയ്യേണ്ട, ആരാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് ഇതുവരെ സാധിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അന്വേഷിക്കുകയാണ്, പിടിക്കുകയാണെന്നൊക്കെ പറയുകയാണോ വേണ്ടത്? എന്തായാലും പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയാണ്. മംഗലം പോലീസ് തീർച്ച ഇന്നാക്ഷനാണ്. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ കംപ്ലീറ്റ് മാറ്റണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നേരത്തെ അവിടെ ഒരു അമ്പലത്തിന്റെ അവിടെ വെച്ച് പണ്ട് ഒരു അടി ഉണ്ടായ ഒരു ഓർമ്മയുണ്ടല്ലോ, അതും വളരെ. അപ്പൊ അത് പോലീസിന്റെ ഭാഗത്ത് ഇന്നാക്ഷൻ തന്നെയാണ്. ആ ഗുണ്ടകളെ ഒതുക്കാൻ കഴിവില്ല അവർക്ക്. അവിടെ വേറെ ആളെ പോസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇത് നമുക്ക് ഓരോ സംഭവങ്ങൾ 9:30 ഉണ്ടായിട്ട് പോലീസ് അവിടെ പിക്കറ്റ് ഇട്ട് പോലീസ് അവിടെ തന്നെ നിൽക്കണ്ടേ? അങ്ങനെയല്ലേ? അത് ഒരാളെ വെട്ടിയതല്ലേ? എന്നിട്ട് അവിടെ നിന്ന് ഇട്ടിട്ട് പോകാന്ന് പറഞ്ഞാൽ അമാര് വീണ്ടും വന്നിരിക്കുന്നു. പോലീസിന്റെ നീക്കമില്ല, അവർ മനസ്സിലാക്കുന്നില്ല. ഗുണ്ടകള് ഏത് ഗുണ്ടാ സംഘമാണ് ഇത് ചെയ്തത് മനസ്സിലാകുന്നില്ല. നേരത്തെ ഇപ്പോൾ തലസ്ഥാനത്ത് ദീർഘകാലം പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ നമ്മൾ നേരത്തെയൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ഈ ഗുണ്ടാ സംഘങ്ങളെ പറ്റി കൃത്യമായ ധാരണയുണ്ട്. ആ സംഘങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി പോലീസിന് ലഭിക്കാറുണ്ട്. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല, എല്ലായിടത്തും ആ രീതിയിലായിരുന്നല്ലോ പോലീസിന്റെ ഓപ്പറേഷൻ ദീർഘകാലമായി ഉണ്ടായിരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ നേരത്തേക്ക് 1-2 സംഘങ്ങളായിരുന്നുവെങ്കിൽ ഈ സംഘങ്ങളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ടോ? അതേക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരമില്ലാത്തൊരു പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ അങ്ങേക്ക്? അല്ല, ഇന്റലിജൻസ് ഉണ്ടല്ലോ. ഇന്റലിജൻസുകാർ എന്ത് ചെയ്തു? അവർക്ക് അറിയണ്ടേ ഇത്? ഈ സംഭവം കഴിഞ്ഞാൽ അവർ ഇന്റലിജൻസ് കളക്ട് ചെയ്ത് പോലീസിന് കൊടുക്കണ്ടേ? അപ്പൊ അതും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രവർത്തനം അത്ര കൃത്യമല്ലല്ലോ. അപ്പൊ ഇത് ഇനി അതിന്റെ ഒരു തുടക്കം തന്നെയാണ്. ഇനി ഇതിന്റെ രാഷ്ട്രീയം വരുന്നു, കോർപ്പറേഷൻ ലക്ഷം വരുന്നു. അതുപോലെ ഇനി എല്ലാ സ്ഥലത്തും ഈ ഗുണ്ടകളുടെ അക്രമം നമുക്ക് കാണാം. ഇത് തുടക്കമായി കഴിഞ്ഞു. ബോംബ് വെച്ച് എറിഞ്ഞിരിക്കുകയില്ലേ? അതിന് അടുത്തുള്ളവർ പറയുന്നുണ്ടല്ലോ, ശബ്ദം കേട്ടിട്ട് ഈ ഉത്സവ സമയമായതുകൊണ്ട് അങ്ങനെയുള്ള പടക്കമാണോ? പക്ഷെ അതല്ലായിരുന്നല്ലോ. അത്ര ഭീകരമായ ശബ്ദത്തിലൂടെ അവർ ബോംബെറിഞ്ഞ് 6-8 കാറുകൾ, അത് വാഹനങ്ങൾ അടിച്ചു തകർത്തു. അതൊക്കെ എന്താണ്? എന്തോ ഒരു പഴത്തിനൊക്കെ ആണെന്ന് വിചാരിച്ചോണം. അപ്പൊ അതിനകത്ത് വേറെ മോട്ടീവ് ഉണ്ടായിരിക്കും അവർക്ക്. എന്തായാലും പോലീസ് ഇന്നാക്ഷൻ ആണ്, അതിന് യാതൊരു സംശയവും. നന്ദി ശ്രീ ജോർജ് ജോസഫ്. പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ട്. അതേസമയം തന്നെ ഞെട്ടിക്കുന്ന സംഭവം, ഒരു പഴത്തിന്റെ പേരിൽ പ്രായമായ ആളെ ആക്രമിക്കുന്നു, വെട്ടി പരിക്കേൽപ്പിക്കുന്നു. അതിന്റെ തുടർച്ചയായി മറ്റൊരു സ്ഥലത്തേക്ക് ഈ ഗുണ്ടാസംഘം എത്തുന്നു. അത് നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചതനുസരിച്ച് എത്തിയതായിരിക്കാം. അയാളെ കിട്ടുന്നില്ല, അവിടെ ബോംബെറിയുന്നു, പടക്കമെറിയുന്നു, കണ്ണിൽ കണ്ട വാഹനങ്ങളെല്ലാം തകർക്കുന്നു. ഇതെല്ലാം 1.5 മണിക്കൂറിനിടയിലാണ് കുടപ്പനക്കുന്ന് പ്രദേശത്ത് നടക്കുന്നത്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും പോലീസിന് ഇടപെടാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമുണ്ട്. ഈ സംഘങ്ങളുമായി ബന്ധപ്പെട്ട വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. ചിലരെ സംശയമുണ്ട് എന്ന മറുപടിയാണ് നേരത്തെ പോലീസിന് ലഭിച്ചത്. എന്താണ് രാഹുൽ ജി നാഥ് നൽകിയ വിവരം.